ഞാനിപ്പോൾ നിലമ്പൂർ ആശുപത്രിയിലാണുള്ളത്, ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഇവിടെ ഏകദേശം 57ഓളം പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിന് ശേഷം ഈ നിലമ്പൂരിനടുത്തുള്ള ചാലിയാർ പുഴയിലേക്ക് വരെ മൃതദേഹങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരു കാര്യം. കാരണം ഇത്രയേറെ ദൂരം ഈ വനത്തിലൂടെ ഉൾപ്പെടെ ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത അത്രയ്ക്ക് പല ഭാഗങ്ങളും വേർപെട്ട രീതിയിലാണ്. ഉറ്റവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. നിലവിൽ ഈ നിലമ്പൂർ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നടക്കമുള്ള കേരളത്തിൽ പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നുൾപ്പെടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയുള്ള സംഘങ്ങൾ എത്തിയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. എന്തായാലും 3 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതിനോടകം തന്നെ ഈ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ബാക്കി 57-ൽ 54 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പലരും ഫോട്ടോകളുമായി എല്ലാം തന്നെ, അതായത് തങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെ ഫോട്ടോ ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ കാണാതായവരുടെ ഫോട്ടോയുമായി ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവിടെ ഈ മൃതദേഹങ്ങൾ ഉള്ള ഈ കാണാതായവർ ആരെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് പരിശോധിക്കുന്നത്. എന്തായാലും വലിയ ഒരു ദുഃഖകരമായ ഒരു കാഴ്ച തന്നെയാണ് നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MS ലിഷോയാണ് നിലമ്പൂർ ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പോത്തുകലിലേക്ക് ഒഴുകിയെത്തപ്പെട്ട മൃതദേഹങ്ങൾ ഒന്നൊന്നായി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ അത്യന്തം സങ്കടകരമായ കാഴ്ചയാണ് പോത്തുകൽ മേഖലയിൽ നിന്നും ഒക്കെ കാണാൻ കഴിയും. നിലമ്പൂർ ആശുപത്രിയിലേക്കാണ് അവിടുത്തെ നിന്നുള്ള മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ രാത്രിയിൽ സങ്കടകരമായ ഒരു ദിവസം, സങ്കടത്തിൻ്റെ ഒരു ദിവസമായി, ഇത് കണ്ണീരണിഞ്ഞ ദിവസമായി അത് മാറുകയാണ്.